തലയണ കവറുകൾ എത്ര നാൾ കൂടുമ്പോഴാണ് മാറ്റുക? 1 മാസമാണോ 2 മാസമാണോ? ചിലർ തലയണ കവറുകൾ അവരുടെ ഫേവറേറ്റ് കളറാണെങ്കിൽ മാറ്റാറ് തന്നെ ഇല്ല. വീട്ടിലുള്ള ഭാര്യയോ അമ്മയോ അച്ഛനോ ഒക്കെ ആരെങ്കിലും നിർബന്ധിച്ചത് എടുത്തുകൊണ്ട് പോയി നനച്ചാലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ടോയ്ലറ്റില്ലേ കക്കൂസിൻ്റെ അടപ്പിൽ ഇരിക്കുന്നതിനേക്കാൾ ഏകദേശം 17,000 ഇരട്ടി ബാക്ടീരിയകൾ നിങ്ങളുടെ തലയണ കവറിൽ കാണുമെന്ന് പുതിയൊരു പഠനത്തിൽ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ അപകടം എന്തെന്നറിയോ? നിങ്ങൾ കിടക്കുന്നത് ഈ രോഗാണുക്കൾ നിറഞ്ഞ ഒരു പ്രതലത്തിലാണ്. അതുകൊണ്ട് തന്നെ 3 ദിവസം കൂടുന്ന സമയത്ത് നിങ്ങൾ ഈ തലയണ കവറുകൾ മാറ്റണം. എന്തുകൊണ്ടാണ് തലയണ കവറുകൾ മാത്രം ഇത്രയും രോഗാണുക്കൾ വരുന്നതെന്ന് പലർക്കും സംശയം തോന്നാം. കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ കഴുത്തിലും തലയിൽ നിന്നും ഉണ്ടാകുന്ന വിയർപ്പ്, തലയിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന ഈ എപ്പിത്തീലിയൽ ഡെബ്രിസ്, മുടിയിഴകൾ, ഇതിനകത്തെല്ലാം തന്നെ ധാരാളമായിട്ട് പൊടിയുണ്ട്. ഇവ തിന്ന് ജീവിക്കുന്ന ബാക്ടീരിയകളും ഡസ്റ്റ് മൈറ്റ്സ് എന്ന് വിളിക്കുന്ന ഒരിനം വിഭാഗത്തിലുള്ള ജീവികളുണ്ട്. ഈ ഡസ്റ്റ് മൈറ്റ്സിന്റെ പ്രത്യേകത, അവ പുറത്തേക്ക് വിടുന്ന അവയുടെ വിസർജ്യങ്ങൾക്കകത്ത് കോടാനുകോടി ബാക്ടീരിയകളുണ്ട്. ഇവയെല്ലാം അനുകൂല സാഹചര്യമാണ് അവയ്ക്ക് പെറ്റുവരിക. ഇവ ഒരിക്കലും നമ്മൾ ഈ തലയണ കൊണ്ടുപോയി ആരും വെയിലത്തിടത്തില്ല. അതുകൊണ്ട് തന്നെ ഇവ അതിനകത്ത് പെറ്റുവരിക ധാരാളമായിട്ട് ഈ തലയണയുടെ കവറിലുണ്ടാവും. അതുകൊണ്ട് തന്നെ 3-4 ദിവസം കൂടുമ്പോൾ ഈ തലയണ കവർ മാറ്റി നല്ല വെള്ളത്തിൽ കഴുകി വെയിലത്തിട്ട് ഉണക്കി ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഇല്ലെങ്കിലുള്ള പ്രോബ്ലം എന്തെന്നറിയോ? നിങ്ങൾക്ക് മുടി പൊഴിച്ചിലുണ്ടാവാം, തലയ്ക്ക് വിട്ടുമാറാതെ ചൊറിച്ചിൽ വരാം, നിങ്ങൾ മുടി ചീകുന്ന സമയത്ത് തലയിൽ കുരുക്കൾ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു, തലയ്ക്ക് അത് പൊട്ടിയിട്ട് ഇടയ്ക്ക് രക്തം വരികയോ താരൻ പോലെ ചൊറിച്ചിൽ വിട്ടുമാറാതെ വന്നു എന്ന് വരാം, പെയിൻ ശല്യം വന്നു എന്ന് വരാം, മുടി പൊഴിച്ചിലുണ്ടായി എന്ന് വരാം. പൊല്ലാപ്പുകൾ വേണോ? അതുകൊണ്ട് ഒരു 4 ദിവസം കൂടുമ്പോൾ നിങ്ങളുടെ തലയണ ഉറ കഴുകി പുതിയത് മാറ്റുക.